കേരള ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പിക്ക് മേയർ സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെയായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ? നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഒരു ആദ്യ വിലയിരുത്തൽ നടത്തി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ എത്രത്തോളം വെറുക്കുന്നു എന്ന് മനസ്സിലായ ഒരു തെരഞ്ഞെടുപ്പാണ്. റിസൾട്ട് പൂർണ്ണമായിട്ട് ഇവിടെ വന്നിട്ടില്ല, രാത്രിയോടെ കൃത്യമായിട്ട് വരെ വരുള്ളൂ. പക്ഷേ ഇപ്പോൾ നിലവിൽ ഗ്രാമപഞ്ചായത്തുകളിൽ മുതൽ കോർപ്പറേഷൻ വരെ ലീഡ് ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ വലിയ തിരിച്ചടിയാണ് ഭരണകക്ഷിയായ CPM-ന് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് BJP ഉണ്ടാക്കിയൊരു മുന്നേറ്റം. കാരണം നഗര കേന്ദ്രീകൃത പാർട്ടി എന്ന ആക്ഷേപം കേട്ടിരുന്ന BJP ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഗ്രാമങ്ങളിലേക്കും BJP വളരുന്നു എന്നാണ് ഈ നിലവിലുള്ള ഫലസൂചനകൾ വെളിവാക്കുന്നത്. കഴിഞ്ഞ വർഷം ആകെ 13 ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു BJPക്ക് ഭരണം കിട്ടിയത്. ഇതിൽ ഇപ്രാവശ്യം എത്രയോ ഇരട്ടിയിലേക്ക് ഇപ്പം തന്നെ ലീഡ് ചെയ്യുന്നുണ്ട്. റിസൾട്ട് വരുന്ന പൂർത്തിയാകുന്ന മുറയ്ക്ക് നമുക്ക് അതിൻ്റെ കൃത്യമായ കണക്കിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ BJP കേരളത്തിൽ ഒരു അജയ്യ ശക്തിയായി മാറുന്നതിൻ്റെ ലക്ഷണമാണിതിൽ കാണുന്നത്. സ്വാഭാവികമായിട്ടും 20% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പൂർത്തിയാകുമ്പോൾ ഒരു 26-27% അവരുടെ വോട്ട് വിഹിതം ഉയരും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു 6-7 മാസത്തെ കാലയളവുണ്ട്. കുറച്ചുകൂടി അവർ ഇതേ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് 30 മുതൽ 32% വരെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനായിട്ട് BJP കഴിയും. ഇതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ആദ്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഇത് ഭാവി കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റമായിരിക്കും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 0 സീറ്റുകളാണ് BJPക്ക് ഉണ്ടാകുന്നത്. നിലവിലെ ഈ അവസ്ഥ എടുക്കുകയാണെങ്കിൽ പല സീറ്റുകളും ലഭിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. കാരണം പൊതുവെ രാഷ്ട്രീയ പണ്ഡിതന്മാരൊക്കെ BJPക്ക് സാധ്യത കൽപ്പിച്ചിരുന്നത് ആകെ തിരുവനന്തപുരം മാത്രമായിരുന്നു. അവിടെയും പലരും അത് ഈ സംശയം പ്രകടിപ്പിച്ചു. മറ്റൊരിടത്തും BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകാൻ കഴിയില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കൊല്ലം കോർപ്പറേഷൻ, കോഴിക്കോട് കോർപ്പറേഷൻ മുതലായ സ്ഥലങ്ങളിലൊക്കെ ഒരു അജയ്യ ശക്തിയായി. അത് അവിടുത്തെ ഭരണം ഇനി BJP തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന്. കാരണം കേവല ഭൂരിപക്ഷം 2 കൂട്ടർക്കും ഇല്ല ഈ പറഞ്ഞ 2 നഗരസഭകളിൽ. കോഴിക്കോട് പോലുള്ള നഗരങ്ങളിൽ BJP ഇത്ര മുന്നേറ്റം നടത്തിയെങ്കിൽ 10-ലധികം സീറ്റുകൾ, ഏതാണ്ട് 12 സീറ്റുകൾ അവർ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ 2-3 സീറ്റുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ 2 സ്ഥലത്തും, കൊല്ലത്തും കോഴിക്കോടും, ഒരു കൂട്ടുകക്ഷി ഭരണം മാത്രം. ഇനി അവർ ഇന്ത്യ മുന്നണി ചേർന്ന് ചെയ്യണം, അല്ലെങ്കിൽ BJPയുടെ സഹായം ഇല്ലാതെ അവിടെ ഭരണം ഉണ്ടാവില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ധാരാളം തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി 2 ഭരണം അവർ അവിടെ ഉറപ്പാക്കി. ഇനി ചില വർക്കലയിൽ ഇപ്പോൾ പ്രതിപക്ഷം നിൽക്കുകയാണ്, എണ്ണൽ പൂർത്തിയായിട്ടില്ല, ചിലപ്പോൾ അവിടെയും ഭരണത്തിൽ വരെ സാധ്യതയുണ്ട്. ഇങ്ങനെ കുറേ മുനിസിപ്പാലിറ്റികളിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത മുനിസിപ്പാലിറ്റികളിലും BJPക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനോ ഒരു സീറ്റ് ജയിക്കാനോ ഉള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ. അപ്പോൾ ഈ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിലവിൽ അവരുടെ ഒരു 0 എന്ന് പറയുന്ന സംഖ്യ ഒരു ഇരട്ട സംഖ്യയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിന് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഉദാഹരണം, ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്, അതിൽ 4 നിയമസഭാ വാർഡുകൾ, നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കഴക്കൂട്ടം. ഈ വാർഡുകളെല്ലാം തന്നെ BJPയുടെ തേരോട്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രെൻഡ് ഇതേമാതിരി നിൽക്കുകയോ കുറച്ചുകൂടെ മെച്ചപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ 4 സീറ്റ് എന്തായാലും ഉറപ്പായി BJP. അല്ല, ഇപ്പോൾ LDFന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി CPM-ന്റെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പരാജയപ്പെട്ടതെല്ലാം ചെറിയ ചെറിയ വോട്ടിനാണെന്ന്. കഴിഞ്ഞ തവണ BJP അങ്ങനെ തോറ്റിട്ടുണ്ട് പല സ്ഥലത്തും. കവടിയാർ 1 സീറ്റിന് 1 വോട്ടിനാണ് തോറ്റത്. അവിടെ ഇപ്പം ഇവർ ശബരിമല വോട്ട് മറിച്ചു. CPM വോട്ട് മറിച്ചാണ് ശബരിമല ജില്ലയിൽ, ശബരിമല അവിടെ ജയിക്കില്ല, അതും 100-ൽ താഴെ വോട്ടിനാണ്. അതെ. അപ്പോൾ ഈ എണ്ണത്തിൽ കാര്യമില്ല, 1 വോട്ടിലായാലും പരാജയം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ 5 എണ്ണത്തിൽ 5 വോട്ടിനെ തോറ്റുള്ളൂ, 3 വോട്ടിനെ തോറ്റുള്ളൂ എന്ന് പറയുന്നത് ന്യായമില്ല. അത് ഈ പറഞ്ഞതുപോലെ പരാജയത്തിൽ നിന്നുണ്ടായ ഒരു വൈക്ലഭ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മറുപടിയായിട്ട് തന്നെ കണ്ടാൽ മതി. അതിലല്ല യഥാർത്ഥം. ഇപ്പം ഇനി മാത്രമല്ല, ഈ ജോയിയുടെ ഈ പരാമർശം കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ചിരിയാ വരുന്നത്. അദ്ദേഹത്തിൻ്റെ അഴൂർ പഞ്ചായത്ത് BJP ഭരണം പിടിച്ചിരുന്നു. ഇതുവരെ അവിടെ അങ്ങനെ ഒരു സംഭവമില്ല, 1-2 വാർഡ് ജയിച്ചുകൊണ്ടിരുന്നതാണ്. ഇത്തവണ അദ്ദേഹം താമസിക്കുന്ന പഞ്ചായത്ത്
BJP പിടിച്ചെടുത്തു. അതിന്റെ തൊട്ടടുത്തുള്ള മുതാക്കൽ അല്ല, പഞ്ചായത്ത് അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ബൂത്തിൽ BJP ലീഡാണ്. BJP ലീഡാണ്. ഈ അഴൂർ പഞ്ചായത്തിന് തൊട്ടടുത്തുള്ള മുതാക്കൽ പഞ്ചായത്തിലും BJP ഭരണം പിടിച്ചു. കഴിഞ്ഞ ദിവസം കരമനഹരിയും ഈ വി ജോയിയായിട്ട് CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഭയങ്കര വാക്കുകൾക്കും അടിയായില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇവരെ സംബന്ധിച്ചിട്ട് ഇവരുടെ കണക്കൂട്ടലെല്ലാം ജനം തെറ്റിച്ചു എന്നാണ് വാസ്തവം. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ജനവിരുദ്ധ ഭരണം ഒരു ജനവിഭാഗത്തിന് യാതൊരു വിധത്തിലുള്ള നന്മയും ചെയ്യാൻ കഴിയാത്ത കൊള്ളയും കൊലയും ബലാത്സംഗവും അതുപോലെ തന്നെ പിടിച്ചുപറിയും വിലക്കയറ്റവും ഒക്കെ കൊണ്ട് പൊറുതിമുട്ടിയ ജനത്തെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞ് ഇനി അവർക്ക് ന്യായീകരിച്ച് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനം കൊടുത്ത മറുപടി. മൂന്നാം മുന്നണിക്കുള്ള സ്പേസ് ഇവിടെ വന്നു കഴിഞ്ഞോ? അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് അതിനൊരു ചിത്രം കൂടെ തെളിയിക്കുകയാണ്. കാരണം മൂന്നാം മുന്നണി കേരളത്തിൽ സജീവമാവും എന്നതിൻ്റെ സൂചനയാണ് BJP ഇപ്പോൾ കിട്ടിയുള്ള മുന്നേറ്റം, ഗ്രാമപഞ്ചായത്തുകളിൽ കോർപ്പറേഷൻ വരെ. അല്ല, BJP പ്രതീക്ഷിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഒരു രണ്ടാം മുന്നണിയായി മാറാമെന്നാണ്, രണ്ടാം സ്ഥാനത്ത് വരാമെന്ന്. പക്ഷെ വീണ്ടും കാത്തിരിക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ BJPയുടെ കേരളത്തിലെ വളർച്ചയുടെ ഒരു ഘട്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ഗ്രാജുവലായിട്ടായിരുന്നു അവരുടെ വളർച്ച. മറ്റ് സംസ്ഥാനങ്ങളെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വളർന്നു വന്നതല്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ രണ്ട് കക്ഷികൾ ഇവിടെ നിൽപ്പുണ്ട്, ഇടവും വലവും. അതുകൂടാതെ വർഗീയ പാർട്ടികളുണ്ട്, മുസ്ലിം ലീഗ് അടക്കമുള്ള വർഗീയ പാർട്ടികളുണ്ട്. ഇവരുടെ ഇടയിൽ പൊരുതി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒന്നവരുടെ പാർട്ടികളേ ഉള്ളൂ, അതുപോലെയല്ല കേരളത്തിലെ സാഹചര്യം. ഇവിടെ BJPക്കെതിരെയാണ് ഇവർ രണ്ടുപേരും ഒരു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP എന്ന് പറഞ്ഞാൽ അവരുടെ പൊതുശത്രുവായിരുന്നു, ഇടതിൻ്റെയും വലതിൻ്റെയും മറ്റ് തീവ്രവാദ സംഘടനകളുടെയും. അതിൽ കൂടിയാണ് ഇവരെന്ത് ചെയ്തത്, ഈ ജയിച്ചു വരുന്നത്. അപ്പോൾ ആ വിജയത്തിൻ്റെ മാറ്റ് കുറച്ച് കൂടുതലാണ്. ഇടവും വലവും ജയിക്കുന്നതിനേക്കാളേറെ ഈ വിജയത്തിൻ്റെ മാറ്റ് കൂടുതലാണെന്നുള്ളതാണ് വസ്തുത. പിന്നെ ഒരു മൂന്നാം മുന്നണി എന്നുള്ള രൂപത്തിലേക്ക് BJP വളരും എന്നുള്ളതിൻ്റെ സൂചന ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അവരുടെ കൂടെ ഈ BDJS എന്ന പാർട്ടി മാത്രമാണുള്ളത്. നാളെ മറ്റേതെങ്കിലും ഇവരുടെ ഇടതിലോ വലതിലോ ഉള്ള ഏതെങ്കിലും കക്ഷികൾ ഭാവിയിൽ BJPയോടും ചേർന്ന് കൂടാകുകയില്ല. ഇനി അങ്ങനെ ചേർന്നാലും ചേർന്നില്ലെങ്കിലും BJP ഇതുവരെ ഒറ്റയ്ക്കാണ് വളർന്നു വന്നിട്ടുള്ളത്, ഈ വോട്ടെല്ലാം നേടിയിട്ടുള്ളത്. അപ്പോൾ ജനത്തിന് ഈ പാർട്ടിയുടെ ഒരു വിശ്വാസം വന്നു, കേരള ജനതയുടെ മനസ്സിന് ഒരു മാറ്റം വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് പ്രധാനമായിട്ട് കാണേണ്ടത്. കാരണം നമ്മുടെ ഒരു മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇടതിൻ്റെയും വലതിൻ്റെയും പ്രലോഭനങ്ങളിൽപ്പെട്ട് BJP അകറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം ഈ BJP ആണ് വർഗീയ പാർട്ടി, ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല, മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലെ ഓടിക്കും, ക്രിസ്ത്യാനികളെയൊക്കെ വത്തിക്കാനിൽ പറഞ്ഞു വിടും, അവസാനം ഹിന്ദുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെയുള്ള അല്ല, മുനമ്പം പോലും വിജയിച്ചല്ലോ, മുനമ്പം സീറ്റ് പോലും വിജയിച്ചു. വേറൊരു വിജയമുണ്ട്, മുംതാസിന്റെ വിജയം കോഴിക്കോട്, തൃശ്ശൂർ കോർപ്പറേഷനിൽ മുംതാസിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മതേതര പാർട്ടി എന്ന് പറയുന്നത് ഇപ്പം BJP ആണ്, മറ്റേ വർഗീയ പാർട്ടി. ഇപ്പോൾ കോൺഗ്രസ് ഈ പറഞ്ഞ അട്ടാസം കാണിക്കുന്നുണ്ടല്ലോ, കാരണം SDP-യുടെ വോട്ടുകൊണ്ടാണ് അവർ ജയിച്ചത്. LDF ജയിച്ചെല്ലാം ഈ പറഞ്ഞതുപോലുള്ള വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൊണ്ടാണ്. സർവ്വജാതി മത വർഗീയ ശക്തികളും ഇടതിൻ്റെയും വലതിൻ്റെയും കൂടെയുണ്ട്, അവരുടെ ബന്ധുവാണ് അവർ ജയിച്ചു വന്നത്. പക്ഷേ BJP ഒറ്റയ്ക്കാണ്. അവിടെയാണ് ഈ BJP കിട്ടിയ വോട്ടാണ് ശരിക്കും ജനാധിപത്യ വോട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ ധ്രുവീകരണങ്ങളൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ച ഈ ഇലക്ഷൻ മുദ്രാവാക്യം എന്ന് പറയുന്നത് വികസിത കേരളം എന്നാണ്. അവർ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവർ വികസനത്തെക്കുറിച്ച് മാത്രമേ വർത്തമാനം പറഞ്ഞിട്ടുള്ളൂ. വർഗീയതയെക്കുറിച്ചോ ജാതിമത ചിന്തകളെക്കുറിച്ചോ ശബരിമല വിഷയത്തെക്കുറിച്ചോ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചോ ഒന്നും അവർ ചർച്ച ചെയ്യാൻ പോയില്ല. പക്ഷേ മറ്റവരുണ്ടൊരു ചർച്ച ചെയ്തത് ആ വിഷയമാണ്, ശബരിമലയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ്. പക്ഷേ ഇവർ ഇതെന്ത് ചെയ്തു, പരാമർശിച്ചു എന്നുള്ള വാസ്തവമാണ്. പക്ഷേ കൂടുതൽ ഫോക്കസ് ചെയ്തത് വികസിത കേരളം എന്നുള്ളതാണ്. അത് ജനം ഏറ്റെടുത്തു എന്നുള്ള തെളിവാണ്. എന്നുവെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു. അവർക്ക് ഈ നേരത്തെ പറഞ്ഞാൽ ഈ ചിഹ്നത്തോടുള്ള അടിമത്തം, രാഷ്ട്രീയ പാർട്ടിയുടെ അടിമത്തമൊക്കെ മാറി വരുന്നു എന്നുള്ളതിൻ്റെ ശുഭസൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ LDFന്റെ തകർച്ച ഇനി തുടരുമോ അതോ നിയമസഭയിൽ തിരിച്ചു വരുമോ? ഒരു തിരിച്ചുവരാനുള്ള സാധ്യത നമുക്ക് തൽക്കാലം കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇനി എന്ത് പറഞ്ഞ് ജനങ്ങളടുത്ത് LDF പോകുമെന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം വളരെ സ്ട്രോങ് ആണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ റിസൾട്ട്. അതായത് പകുതിയോളം ഗ്രാമപഞ്ചായത്തുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന പകുതിയോളം ഗ്രാമപഞ്ചായത്തുകൾ CPM ഇപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് ഇനിയും താഴോട്ട് തന്നെ പോകും. ഈ വോട്ടെണ്ണം പുരോഗമിക്കുന്നവർ വീണ്ടും വീണ്ടും താഴോട്ട് പോകും. ഒരൊറ്റ കോർപ്പറേഷൻ പോലും LDFന് ഭരണമില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് കോർപ്പറേഷൻ ഭരിക്കാതെ നിസ്സഹായ CPM നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
മുനിസിപ്പാലിറ്റിയിൽ അത് തന്നെ ഏതാണ്ട് പകുതിക്ക് മേലെ UDF വിജയിച്ചു കഴിഞ്ഞു. ചില സ്ഥലങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വലിയ ദൂരമില്ലല്ലോ തെരഞ്ഞെടുപ്പിൽ, ഈ 6 മാസമേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ റിഫ്ലക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അതുകൊണ്ട് CPM ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഓവർ ടൈം പണിയെടുക്കേണ്ടി വരും. ഈ നേരത്തെ പറഞ്ഞ ഈ തരികിട പരിപാടി ഉണ്ടെന്നും വിജയിക്കില്ല എന്നുള്ള കാര്യം സ്പഷ്ടമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.